ഈ മനോഹരമായ വിദ്യാരംഭത്തിൻ്റെ ഈ ദിവസം വളരെ സന്തോഷമായ ഒരു ന്യൂസുമായിട്ടാണ് ഞാനിത് എത്തി നിൽക്കുന്നത്. പരിചയമുള്ള എത്രയോ വണ്ടർഫുൾ ആയിട്ടുള്ള ഗസ്റ്റാണ് നമ്മളുടെ കൂടെ എത്തിയിരിക്കുന്നത്. ഇവരെല്ലാവരും നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ചെത്താൻ ഒരു കാരണമുണ്ട്. മലയാള സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മലയാളികൾ തല ഉയർത്തി അഭിമാനത്തോടെ നെഞ്ച് വിരിച്ച് ലോകമെമ്പാടും നടക്കുകയാണ്. ബിക്കോസ് മലയാളം സിനിമ ഈസ് മേക്കിംഗ് അസ് പ്രൗഡ് അല്ലേ. അങ്ങനത്തെ അമേസിംഗ് ആയിട്ടുള്ള ക്രിയേറ്റീവ് അബ്സല്യൂട്ട്ലി സ്പെക്ടാക്യുലർ മൂവീസ് ആയിട്ടാണ് നമ്മളുടെ ഈ വണ്ടർഫുൾ ആൾക്കാർ എത്തുന്നത്, ഈ ക്രിയേറ്റീവ് സോൾസ് എത്തുന്നത്, മലയാളം സിനിമ ലോകത്തിന് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ മലയാള സിനിമയ്ക്ക് ഒരു മുതൽ കൂട്ടാവാൻ അതിൻ്റെ ഒരു വണ്ടർഫുൾ അമേസിംഗ് ആയിട്ടുള്ള ഒരു സംഭവം കൂട്ടാൻ വേണ്ടി വി ഹാവ് യെറ്റ് അനദർ ഗ്രേറ്റ് തിങ് ഹാപ്പനിങ്. ഒരു പുതിയ പ്രൊഡക്ഷൻ കമ്പനി മലയാള സിനിമയിൽ കാലെടുത്ത് വെക്കുകയാണ്. ഈ ഒരു പുതിയ പ്രൊഡക്ഷൻ കമ്പനി മലയാള സിനിമയിലേക്ക് എത്തിക്കുന്ന ആളെയാണ് ആദ്യമായിട്ട് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഹി ഈസ് ദ വൺ ആൻഡ് ഓൾ ഓഫ് ദ പ്രൊഡക്ഷൻ കമ്പനി. നമ്മുടെ പ്രൊഡ്യൂസറായ ദ വണ്ടർഫുൾ ആമിർ പള്ളിക്കലാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ആമിറിന്റെ പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ നൽകേണ്ട ആവശ്യമില്ല. ഇവിടെയുള്ള എല്ലാവർക്കും ആമിറിനെ പരിചയമുണ്ട്. പക്ഷേ ഒരു ഡയറക്ടറായിട്ടാണ് നമ്മുടെ മുന്നിൽ ആമിർ ആദ്യം എത്തിയത്. ആയിഷ എന്ന ചിത്രം അല്ലേ, മഞ്ജു വാര്യറിന്റെ അബ്സല്യൂട്ട്ലി സ്പെക്ടാക്കുലർ ആയ ഒരു പെർഫോമൻസ് ആണ് ആയിഷ എന്ന ചിത്രത്തിലൂടെ ആമിർ നമുക്ക് സംഭാവന ചെയ്തത്, കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഇറ്റ് വാസ് വെരി വെൽ റിസീവ്ഡ് ആൻഡ് വെൽ അക്ലെയിംഡ്. അതിനുശേഷം ED അതുപോലത്തെ ഒരു സിനിമയിൽ സുരാജേട്ടൻ്റെ ബ്രില്യൻ്റ് ആയ പെർഫോമൻസും വളരെ വലിയ രീതിയിൽ അംഗീകാരം കേട്ട ഒരു പെർഫോമൻസ് ആണ്. ആൻഡ് ഈ രണ്ട് സിനിമയുടെ ഡയറക്ഷന് ശേഷം ആമിർ എടുക്കുന്ന പുതിയ ഒരു ചുവട്, ഒരു പ്രൊഡക്ഷൻ കമ്പനി നമ്മളുടെ മുന്നിൽ കൊണ്ടുവരിക. വെൽ, ഇറ്റ്സ് എ ബിഗ് സ്റ്റെപ്പ്. കൻ വി ഗിവ് ഹിം എ ലൗഡ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ഡൂയിങ് ദിസ്? സോ സമയം കളയാതെ തന്നെ ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനീൻ്റെ ലോഞ്ചിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതിനെ ലോഞ്ച് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ഒരാളെ തന്നെ നമ്മളുടെ കൂടെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യേണ്ടത് മറ്റാരുമല്ല, 2011 അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിത്രത്തിലൂടെ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്ഷൻ കമ്പനിയുമായി എത്തി. അതിനുശേഷം തിരിഞ്ഞു നോക്കിയിട്ടില്ല. സത്യം പറഞ്ഞാൽ മലയാളത്തിലായാലും തമിഴിലായാലും മറ്റു ഭാഷയിലായാലും എത്രയോ സൂപ്പർ ഹിറ്റ് മൂവീസ് ഹാസ് ബിൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് കമ്പനി, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ദിസ് കമ്പനി. ആൻഡ് ഒരു എക്സ്പീരിയൻസിന് ശേഷം ഇന്ന് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ സെക്രട്ടറിയും കേരള ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റുമായ ഐ എം ടോക്കിംഗ് അബൌട്ട് ദ മാൻ ബിഹൈൻഡ് മാജിക് ഫ്രെയിംസ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ലെറ്റ്സ് ഗിവ് ഇറ്റ് അപ്പ് ഫോർ പ്രൊഡ്യൂസർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടർ ലിസ്റ്റൻ സ്റ്റീഫൻ. സ്വാഗതം ലിസ്റ്റൻ. സുഖാണോ? ഓക്കെ, അപ്പം ഒരു തലതൊട്ടപ്പെന്നൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ ലിസ്റ്റിനെ വിളിക്കാം അല്ലേ. അധികം പ്രായമൊന്നും ആയിട്ടില്ലെങ്കിലും കഴിഞ്ഞ ക്ലോസ് ടു 24-25 ഇയേഴ്സായി ഒരു പ്രൊഡ്യൂസർ എന്ന രൂപത്തിലും ഭാവത്തിലും ലിസ്റ്റിൽ. അപ്പോൾ ആമിർ ഒരു പ്രൊഡ്യൂസർ, ഒരു പ്രൊഡക്ഷൻ കമ്പനി ഇവിടെ തുടങ്ങുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ലോഞ്ച് ചെയ്യാൻ വി ഹാവ് ലിസ്റ്റിൻ. കൻ ഐ പ്ലീസ് ഹാവ് ദ റിമോട്ട് പ്ലീസ്? ഇവിടെ ഉണ്ടോ? വെരി ഗുഡ്. ലിസ്റ്റിൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അതങ്ങ് ലോഞ്ച് ചെയ്തോളൂ. നല്ലൊരു ഐഡിയ ആവാം. ഔട്ട്സൈഡേഴ്സ്. യെസ്, സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് എന്നാണ് നമ്മളുടെ ആമിർ പള്ളിക്കലിൻ്റെ ഈ ഒരു മൂവി പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര്. വളരെ ഡിഫറെൻ്റ് ആയിട്ടാണല്ലോ ആമിർ ഇത് ഞങ്ങളുടെ നാട്ടിൽ കൊണ്ട് തന്നത്. നേരെ മറ്റൊരു ഗ്രഹത്തിൽ നിന്നും ഒരു ഏലിയനൊക്കെ ഇറങ്ങി വരേണ്ടി വന്നു. എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇൻ്റർവെൻഷൻ ആയിരുന്നു. അതുകൊണ്ടാണോ സ്റ്റുഡിയോ ഔട്ട്സൈഡർ എന്ന പേര് എന്ന് ചോദിക്കാൻ ആഗ്രഹമുണ്ട്. ലിസ്റ്റൻ, ഇഫ് യു കുഡ് പ്ലീസ് കം ഫോർവേഡ്. നിങ്ങൾ രണ്ടുപേരും കൂടെ വഴക്കിടണം ഇപ്പം തന്നെ. ഫസ്റ്റ് ലിസ്റ്റിൻ, എൻ്റെ പേപ്പറിൽ ലിസ്റ്റിൻ്റെ പേരാണ്, ഞാൻ ലിസ്റ്റിൻ്റെ പേര് ചോദിക്കേണ്ടി വരും. ലിസ്റ്റൻ സ്റ്റീഫൻ. ഫസ്റ്റ് ഓഫ് ഓൾ വളരെയധികം സന്തോഷമുണ്ട് മലയാള സിനിമയിലേക്ക് ഒരു പുതിയ ഫിലിം പ്രൊഡക്ഷൻ കമ്പനി കടന്നു വരികയാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ആമിർ. ആമിർ ഒരു കഴിഞ്ഞ പടം അമീറിൻ്റെ ഞാനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അതിൻ്റെ മുമ്പത്തുള്ള പടം ഞാനാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തത്. അപ്പം അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഞാൻ അമീറിനോട് ആദ്യം സംസാരിക്കാനായിട്ട് പറഞ്ഞു, വേറെ ഒന്നുമില്ല, ഞാൻ ആ സൗണ്ട് ബോക്സിൻ്റെ ഫ്രണ്ടിലാണ് ഇരുന്നത്. അപ്പോൾ സ്റ്റീഫൻ്റെ
മ്യൂസിക്കിൻ്റെ ഫുൾ എന്താ സൗണ്ടുകൾ എനിക്ക് ആവാഹിക്കാനായിട്ട് പറ്റി. എൻ്റെ ശരീരത്തിലേക്ക് കയറിയിട്ടിരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ടിലിരുന്നുകൊണ്ടിട്ട് ഷിവറിങ് ആയി. അത്രയും അതെ 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 അതെ. അപ്പോൾ അതുകൊണ്ടിട്ട് അതോടെ മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് പറ്റി. സിനിമയെ സംബന്ധിച്ച് സിനിമ പ്രൊഡക്ഷനാണ് ഏറ്റവും റിസ്ക്കുള്ളൊരു ഫീൽഡ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം സിനിമ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമ്മുടെ ഒരു കൺട്രോളിലല്ല ആക്ച്വലി ഇരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു ആർട്ടിസ്റ്റിന് ഒരു പനി വന്നാലോ, അല്ലെങ്കിൽ ഒരു ഹർത്താൽ വന്നാലോ, അല്ലെങ്കിൽ ഒരു മഴ വന്നാലോ ഒക്കെ ബാധിക്കുന്നത് പ്രൊഡ്യൂസറെയാണ്. അപ്പം അതുകൊണ്ടിട്ട് ഒരു ചലഞ്ചാണ് എടുത്തേക്കുന്നത്. ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരു ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ആണെങ്കിൽ അതിൻ്റെ ഒരു ഷിപ്പിൻ്റെ പ്രൊഡ്യൂസർ കൂടി ആയിട്ട് ആമീർ മാറിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഒരു പുതിയ സ്റ്റെപ്പ് എടുക്കുമ്പോൾ റിസ്ക്കാണ്. എങ്കിലും ഈ റിസ്കിൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം മലയാള സിനിമയിൽ 2011 ഞാൻ എൻ്റർ ചെയ്യുമ്പോൾ ഞാൻ എന്താണോ ഇന്ന് ഞാനൊരു 45-50ഓളം തിയേറ്റർ റൺ ചെയ്യുന്ന ഒരാളോടെയായിട്ട് മാറിയിട്ടുണ്ട് എങ്കിൽ ഇതെല്ലാം എന്നെ സംബന്ധിച്ച് എനിക്ക് സിനിമ തന്നത് മാത്രമാണ്. ഇപ്പോൾ ഒരു 10-200ഓളം ഫിലിം സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്, സിഫ എന്ന് പറയുന്നത്, ഒരു സ്റ്റുഡിയോയുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നത് എന്നെ സംബന്ധിച്ച് ഞാനൊരു നടനല്ല, ഒരു ഡയറക്ടർ അല്ലാത്തതുകൊണ്ടിട്ട് ഇതെല്ലാം തന്നത് പ്രൊഡക്ഷൻ ഹൗസാണ്, എൻ്റെ ബാനറാണ് എനിക്ക് തന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇന്ന് ഇറങ്ങിയ കാന്താര ഉൾപ്പെടെ ഇന്നിപ്പോൾ ഏറ്റവും നല്ലൊരു ദിവസമാണ്. ഇന്ന് ഞാൻ എൻ്റെ ഒരു തിയേറ്റർ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അതും ഒരു നല്ല ദിവസം ആയതുകൊണ്ടിട്ടാണ് ഇന്നത് ആരംഭിക്കാനായിട്ട് സാധിച്ചത്. ഇന്ന് കാന്താര എന്ന് പറയുന്നൊരു സിനിമ ഇന്നിപ്പോൾ നമ്മൾ റിലീസ് ചെയ്തു. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് ഞാൻ പൃഥ്വിരാജിനോട് വിളിച്ചു പറഞ്ഞിട്ട് കേരളത്തിൽ 50 സ്ക്രീനും കൂടെ ഇപ്പോൾ കൂട്ടിയതേ ഉള്ളൂ. കാരണം അത്ര വലിയ ഹിറ്റായിട്ട് മാറിയിരിക്കുകയാണ് കാന്താര എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഇതെല്ലാം ഒരു ദിവസം സംഭവിക്കുകയാണ്. അമീറിൻ്റെ ഈ പുതിയ പ്രൊഡക്ഷൻ ഹൗസും ഇന്ന് സംഭവിക്കുകയാണ്. അപ്പം ഇതും ഈ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് വരുന്ന സിനിമയും കാന്താര പോലെ ഒരു വലിയ വിജയമായ ഒരു സിനിമ ഉണ്ടാവട്ടെ, സിനിമയിൽ കൂടുതൽ കോൺഫിഡൻസ് കിട്ടട്ടെ എന്ന് വ്യക്തിപരമായിട്ട് ഞാൻ ആശംസിക്കുകയാണ്. പിന്നെ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ മെമ്പർ ആകാനുള്ള അതിൻ്റെ ചാർജസൊക്കെ ഞാൻ വഴി പറഞ്ഞു തരാം. മെമ്പർഷിപ്പ് ഫീ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അസോസിയേഷനിൽ നിന്ന് പറഞ്ഞു തരാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഫ്രണ്ടായിട്ടുള്ള അമീറിന് എൻ്റെ എല്ലാവിധ ആശംസകളും. വെൽക്കം ടു ദ ഫിലിം ഇൻഡസ്ട്രി പ്രൊഡ്യൂസർ അസോസിയേഷൻ. That is so wonderful. I mean, definitely നിങ്ങൾ കൂട്ടുകാരാണ് എന്ന് വളരെ എവിഡന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ലിസ്റ്റിൻ വന്നത്. പക്ഷെ ലിസ്റ്റിൻ ഒരു വലിയൊരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ഒരു സ്ഥാപകരാണല്ലോ. അതുകൊണ്ടാണോ ചെവി പൊട്ടിച്ച് കൊല്ലാൻ നോക്കിയത്? I'm joking. ഈ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് എന്ന് പറഞ്ഞ ആ ഏലിയന് സൈക്കോ എന്ന പേര് കൂടി ഉണ്ട് കേട്ടോ. സൈക്കോ ആണ് നമുക്ക് വേണ്ടി സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് കേരളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ആമിർ പള്ളിക്കലാണ് പ്രൊഡ്യൂസറായി കാലെടുത്ത് വെക്കുന്നത്. ഇനി ആമിർ പറയൂ, ഹൗ ആർ യു ഫീലിംഗ് അബൌട്ട് യുവർ ലോഞ്ച് ടുഡേ? എല്ലാവർക്കും നമസ്കാരം. ആദ്യം താങ്ക് യു ലിസ്റ്റിൻ. ഈ ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ എൻ്റെ അടുത്ത് നേരത്തെ അവിടെ ഇരിക്കുമ്പോൾ ലിസ്റ്റിൻ ചോദിച്ചു, അതായത് ഞാൻ ചെയ്യണം എന്താ, ഞാൻ വേറെ ആരെയും എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് മലയാള സിനിമയിൽ നമ്മളൊരു പ്രൊഡക്ഷൻ ഹൗസിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു സിനിമയുടെ ലോഞ്ചിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, എനിക്ക് മാത്രമല്ല, ഞാൻ ഇപ്പം നേരത്തെ ലിസ്റ്റിൻ തന്നെ പറഞ്ഞു, എൻ്റെ ആദ്യ സിനിമ ആയിഷ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് ലിസ്റ്റിനാണ്. കഴിഞ്ഞ സിനിമ എൻ്റെ ഈ എക്സ്ട്രാ ഡീസൻ്റ് പ്രൊഡ്യൂസ് ചെയ്ത ലിസ്റ്റിനാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു പ്രൊഡ്യൂസറുടെ മുന്നിൽ പോയി കഥ പറയുന്നത് ലിസ്റ്റിൻ്റെ അടുത്താണ്. ഒരു 5-6 വർഷം മുമ്പായിരുന്നു അത്. അന്ന് പക്ഷെ അത് ചെയ്തില്ല. അപ്പോൾ ഇപ്പോൾ ലിസ്റ്റിന് ഇത് ചെയ്യുമ്പോൾ ഉള്ളത് എല്ലാം ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ചാത്തൻ്റെ കാലമാണല്ലോ. അപ്പോൾ എൻ്റെ കൂടെ എല്ലാ സമയത്തും ചാത്തനായി ലിസ്റ്റിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടും ഈ ഒരു പിന്തുണ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്കപ്പുറത്തേക്ക് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും, അതിന് ഔപചാരികത ആവശ്യമില്ല എന്നറിയാം, എങ്കിലും സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരെയും, ഈ മുന്നിൽ ഇരിക്കുന്ന ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസ് ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും, അതുപോലെ തന്നെ മീഡിയ പേഴ്സൺസ്, നമ്മുടെ കുടുംബം, ഫാമിലി, മറ്റ് ഇവിടുത്തെ നമ്മുടെ സുഹൃത്തുക്കൾ, കൊച്ചിയിലുള്ളവർ, നാട്ടിൽ നിന്ന് വന്നവർ എല്ലാവരെയും ഈ ഒരു ചടങ്ങിലേക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിൻ്റെ പേരിൽ. സാധാരണ കുറേ സംസാരിക്കുന്നില്ല. നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് വരിക എന്ന് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത് ഏറ്റവും റിസ്ക് ഉള്ള ഒരു പണിയാണെന്ന് അറിയാം. സംവിധാനം തന്നെ വലിയൊരു മല ചുമന്നു കൊണ്ടുപോകുന്ന പണിയാണ്. അതിൻ്റെ കൂടെ ഇതുകൂടി ആവുക എന്ന് പറയുമ്പോൾ
എനിക്ക് ഞാൻ 2 സിനിമയാണ് ചെയ്തത്. ആദ്യ സിനിമയുടെ പ്രൊഡ്യൂസർ സക്കരിയ ആയിരുന്നു. സുഡാനി ഫ്രം നൈജീരിയൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള സക്കരിയ ആയിരുന്നു എൻ്റെ ആദ്യ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. 2ാം സിനിമ എല്ലാവർക്കും അറിയുന്ന ലിസ്റ്റിനായിരുന്നു. എനിക്ക് ആദ്യ സിനിമയിൽ ആദ്യ സിനിമയുടെ ഒരു സംവിധായകൻ നേരിടേണ്ടി വരുന്ന രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകളും എന്ന് വെച്ചാൽ അതിൻ്റെ ബഡ്ജറ്റിൻ്റെ കാര്യങ്ങളും എന്തായാലും എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. അതിനേക്കാളും കൂളായിട്ടാണ് ഞാൻ എൻ്റെ 2ാമത്തെ സിനിമ ചെയ്തത്. മാജിക് ഫ്രെയിംസിൽ സിനിമ ചെയ്യുമ്പോഴുള്ള എല്ലാ സന്തോഷവും സമാധാനവും ഞാൻ ആ സിനിമയിലും അനുഭവിച്ചിരുന്നു. അപ്പോൾ 3ാമതൊരു സിനിമയിലേക്ക് ഞാൻ എത്തുമ്പോൾ എന്തുകൊണ്ട് പ്രൊഡക്ഷനിലേക്ക് കടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 2 സിനിമ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് എല്ലാം പഠിച്ചു എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ നട്ടെല്ലായി ബാക്ക് ബോണായി കൂടെ നിൽക്കാൻ ആളുണ്ട് എങ്കിൽ നമുക്കൊന്ന് ഒരു റിസ്ക് തന്നെയാണ് എല്ലാവർക്കും റിസ്ക് എടുത്ത് നോക്കാം എന്നുള്ളതാണ് ഈ ഒരു സിനിമയിലേക്ക് പ്രൊഡക്ഷൻ ഏരിയയിലേക്ക് ഇറങ്ങാനുള്ള കാരണം. പിന്നെ നമുക്ക് അത്രയും വിശ്വാസമുള്ള അത്രയും ഉറപ്പുള്ളൊരു പ്രണയ കഥയാണ്, ഒരു ക്യാമ്പസ് ചിത്രമാണ്. സാധാരണ മലയാളത്തിൽ ക്യാമ്പസ് ചിത്രങ്ങൾ, പ്രണയ സിനിമകൾ നല്ല രീതിയിൽ വരികയാണെങ്കിൽ ഇത് കയ്യും നീട്ടി സ്വീകരിക്കുന്ന പ്രേക്ഷകരാണുള്ളത്. അതാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ധൈര്യം. പിന്നെ എക്കാലത്തും എൻ്റെ സിനിമയുടെ സ്വപ്നങ്ങൾക്കൊപ്പം എല്ലാ അർത്ഥത്തിലും എൻ്റെ കൂടെ നിന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആള് മന്മഥേട്ടനാണ്. മന്മഥേട്ടൻ ഇവിടെയാണ്. മന്മഥൻ ഒന്ന് വരുമോ പ്ലീസ്? മന്മഥേട്ടൻ ആണ് ഈ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിൻ്റെ ബാക്ക് ബോർഡ്. ഇപ്പോൾ ബഹ്റൈനിൽ ഇപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് വന്ന് ലാൻഡ് ചെയ്തേ ഉള്ളൂ. മന്മഥേട്ടൻ വന്നതുപോലെ തിരിച്ച് പോവുകയും ചെയ്യും. അതിനിടയിൽ മന്മഥേട്ടനും കൂടി ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. ഏതെങ്കിലും ഒരു ബോൺ ഇതിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പായിരുന്നു. ഇതാണെന്ന് ബാക്ക് ബോൺ ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അത് അത്രയെങ്കിലും നമ്മൾ പറയട്ടെ. അപ്പോൾ അത് ബാക്ക് ബോണും എല്ലാ ബോണും. അപ്പോൾ ആ അർത്ഥത്തിൽ എല്ലാവർക്കും ഒരുപാട് സന്തോഷം നൽകുന്ന ഏറ്റവും നല്ല രീതിയിൽ ഉള്ള ഒരു സിനിമയായിരിക്കും. മാത്രമല്ല ഈ സിനിമയുടെ മറ്റു വിവരങ്ങളെല്ലാം വൈകി പറയാനുള്ള ആളുടെ ആ പണി ഞാൻ എടുക്കുന്നില്ല. അതെ, കുറേ ഉണ്ട് പറയാൻ. കുറച്ച് സഹായിച്ചാൽ ഞാൻ നല്ല അപ്രീഷിയേറ്റഡ്. ഓക്കെ, സോ നൗ ആമിർ പള്ളിക്കൽ അദ്ദേഹം ഒരു പ്രൊഡ്യൂസറായി കാലത്ത് വെച്ചു. സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിന്റെ ലോഞ്ച് ലിസ്റ്റ് ഇവിടെ നടത്തി. അപ്പം ഇനി നമുക്ക് ആ സിനിമയും കൂടി അങ്ങ് അനൗൺസ് ചെയ്താലോ? ഷാൽ വി നോട്ട് വേസ്റ്റ് എനി ടൈം? ലെറ്റ്സ് നോട്ട് വേസ്റ്റ് എനി ടൈം. ഓക്കെ, അപ്പോൾ ഇവരുടെ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിന്റെ ആദ്യത്തെ ചിത്രം നമ്മളിവിടെ ലോഞ്ച് ചെയ്യാൻ പോവാണ്. വി ഗോട്ട് ദ ഡയറക്ടർ ഹിയർ. Yes, exactly. തീർച്ചയായിട്ടും നമ്മുടെ ഡയറക്ടർ ആൻഡ് നമ്മുടെ പ്രൊഡ്യൂസർ ഇവിടെ ഉണ്ട്. അപ്പം ഈ ഒരു സിനിമ അതിൻ്റെ റൈറ്ററിനെയും കൂടെ വേദിയിലേക്ക് വിളിക്കാൻ ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട്. ഇതിൻ്റെ റൈറ്റർ എനിക്ക് വളരെ ഫെമിലിയർ ആയ ഒരു വ്യക്തി കൂടിയാണ്. ഹീസ് എ ഗ്രേറ്റ് റൈറ്റർ. വളരെ ചെറിയ കാലം മുതൽ ചെറിയ സ്റ്റോറീസും കഥകളും നോവലുകളും ഒക്കെ എഴുതി എല്ലാം വളരെ വലിയ ബെസ്റ്റ് സെല്ലേഴ്സായി മാറിയ ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. വെരി ലവിങ്, സ്വീറ്റ്, ഹംബിൾ മാൻ. ആൻഡ് വാട്ട് മേക്സ് ഹിം ഈവൻ മോർ സ്പെഷ്യൽ ഇസ് ആദ്യത്തെ ബുക്കൊക്കെ എഴുതിയത് 17 വയസ്സിലാണ്. ഡിഫറെന്റ് ജോണേഴ്സിൽ എഴുതും, ഹൃദയം തൊട്ടുന്ന രീതിയിൽ എഴുതും. ആൻഡ് ഹീസ് ആബ്സല്യൂട്ട്ലി വണ്ടർഫുൾ. ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു കഥ എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ്. അതുകൊണ്ട് തന്നെ വി ആർ വെരി എക്സൈറ്റഡ്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും നോവലുകളും ബെസ്റ്റ് സെല്ലേഴ്സ് ആയ രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് വേണ്ടിയുള്ള കഥകളും വലിയ ഹിറ്റ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആൻഡ് വേദിയിലേക്ക് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം നോവലിസ്റ്റ് ആൻഡ് റൈറ്റർ, ഞാൻ സ്നേഹത്തോടെ LK എന്നാണ് വിളിക്കുന്നത്, അദ്ദേഹം ലജീഷ് കുമാർ. വെൽക്കം ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. ഇതാണ് നമ്മളുടെ അനൗൺസ് ചെയ്യാൻ പോകുന്ന സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് ചിത്രത്തിന്റെ റൈറ്റർ. സോ ആർ യു ഗൈസ് റെഡി? നമുക്ക് സിനിമ ലോഞ്ചിലേക്ക് കിടക്കാം. നല്ലൊരു ഐഡിയയോടെ ഷാൽ വി ഡു ഇറ്റ്? ലിസ്റ്റിൻ തന്നെ ലോഞ്ച് ചെയ്യും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം എല്ലാവരും ഇവിടെ വരണം കേട്ടോ, അല്ലെങ്കിൽ ഓക്കെ, ലെറ്റ്സ് ഗോ. ലിസ്റ്റിൻ, ലെറ്റ്സ് ഗോ. സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് അവതരിപ്പിക്കുന്നു പ്രേം പാറ്റ. ഒന്നുകൂടെ പറയാം, പ്രേം പാറ്റ. കൊള്ളാം. ആമിർ പള്ളിക്കൽ ഇസ് നിർമ്മാണം ആൻഡ് സംവിധാനം, കറക്റ്റ്. ആൻഡ് ബാക്കി അവിടെ എഴുതിയേക്കാൻ എനിക്ക് വായിക്കാൻ പറ്റില്ല, പക്ഷെ കഥ, തിരക്കഥ, സംഭാഷണം ആയിരിക്കണമല്ലോ. ലജീഷ് കുമാർ. അപ്പോൾ ഒന്ന് ഫ്രണ്ടിൽ വന്ന് നിൽക്കൂ. ഡയറക്ടർ, പ്രൊഡ്യൂസർ, സ്ക്രീൻ പ്ലേ, ഡയലോഗ്സ് ആൻഡ് റൈറ്റർ. ഫ്രണ്ടിൽ വരൂ പ്ലീസ്. നന്നായി ഒന്ന് കഴിച്ചു കൊടുക്കും. മലയാള സിനിമയിലേക്ക് എത്താൻ പോകുന്ന പുതിയൊരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ഏറ്റവും ആദ്യ ചിത്രമാണ് പ്രേം പാറ്റ. എങ്ങനെയൊന്ന് കഴിച്ച പോലെ കേൾക്കുന്നില്ല? Come on.
വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. ഇപ്പം ലിസ്റ്റിൽ എനിക്കൊരു ആഗ്രഹമുണ്ട്, നമ്മുടെ ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കയറി വരുന്ന പുതിയ ഒരു 2 പേരാണല്ലോ, അദ്ദേഹം പ്രൊഡ്യൂസറായിട്ടും അദ്ദേഹം റൈറ്ററായിട്ടും. നമുക്ക് അവർക്കൊരു ഒരു ആദരവ് നൽകണം, ഒരു മെമെന്റോ നൽകി നമുക്ക് അവരൊരുന്നു ഈ ഇൻഡസ്ട്രിയിലേക്ക്. ലിസ്റ്റിൽ തന്നെ അത് ചെയ്യുന്നത് നന്നായിരിക്കും. Can I please have the memento on stage, please? പ്രിയമുള്ളവരെ, അങ്ങനെ ഒരുപാട് ഇങ്ങനെ ലോഞ്ചുകളിലൊന്നും ഞാനിങ്ങനെ പോകാറില്ല. എന്നെ നിങ്ങളെ കണ്ടു കാണത്തുമില്ല. നമ്മളൊരു എപ്പോഴും ഒരു കവറേജ് പാർട്ടിയാണ്. ദൂരെ നിന്ന് കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. കവർ ചെയ്യപ്പെട്ടാൽ നമുക്ക് ആത്മസംതൃപ്തി കിട്ടും, നാട്ടുകാർക്ക് കിട്ടും, അത്യാവശ്യം ചാനൽ കടന്നു പോവുകയും ചെയ്യും. പക്ഷേ ലിജീഷ് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. ലിജീഷിൻ്റെ കുറിപ്പുകളൊക്കെ ഞാൻ സശ്രദ്ധം വായിക്കാറുണ്ട്. മാത്രമല്ല, ഈ ചെറുപ്പക്കാരിൽ ചില സാധാരണമല്ലാത്ത ചില ഗുണഗണങ്ങളുണ്ട് എന്ന് ഞാൻ ഈ അടുത്ത കാലത്തല്ല കുറച്ച് കാലമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഇദ്ദേഹം കൈവയ്ക്കുന്ന മേഖലകളിലൊക്കെ തന്നെ ഇദ്ദേഹത്തിനൊരു മേൽവിലാസം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഐഷയുടെ സംവിധായകൻ നിർമ്മാതാവായി രൂപം മാറുമ്പോൾ ഒരുപക്ഷെ എനിക്ക് പോലും ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, വയസ്സാം കാലത്ത് ഈ പ്രൊഡക്ഷൻ കമ്പനി വല്ലതും തുടങ്ങണോ, അപ്പോൾ ലിസ്റ്റിനൊക്കെ ഇവിടെ ഉണ്ടായതുകൊണ്ട് അപകടം പിടിച്ച വഴിയാണല്ലോ എന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. പക്ഷെ എന്നാലും ഞാൻ ഒരു കാര്യം പറയാം, ഫ്ലവേഴ്സും ചലച്ചിത്ര രംഗത്തേക്ക് ചെറുതായിട്ട് കടക്കുകയാണ്. നമ്മളിപ്പോൾ ഈ അമരം ഈ ഉടനെ തന്നെ റിലീസ് ചെയ്യുകയാണ്. അത് ബാബു തിരുവല്ലയുമായിട്ട് ചേർന്ന് ഫ്ലവേഴ്സാണ് അത് ചെയ്തിരിക്കുന്നത്. നവംബർ ആദ്യം അത് തിയേറ്ററിലെത്തും, അത് റെഡിയായിരിക്കുകയാണത്. അപ്പം എന്തെങ്കിലുമൊക്കെ മലയാള സിനിമയിൽ ചെയ്യാൻ നമുക്കും താല്പര്യമുണ്ട്. മലയാള സിനിമയ്ക്ക് ഒപ്പം ഒഴുകാനാണ് നമ്മുടെ ഈ ശ്രമം. ഇനി ഈ പ്രേംപാറ്റ എന്ന സിനിമ എനിക്ക് തോന്നിയ പോലൊരു സംശയം എനിക്കുമുണ്ട്. ഈ പൂമ്പാറ്റയുടെ ചേട്ടനാണോ പ്രേംപാറ്റ എന്ന് എനിക്ക് ആദ്യം തന്നെ ഡൗട്ട് തോന്നിയിരുന്നു. എന്തായാലും രജീഷ് കുമാർ എഴുതുന്ന കഥയായതുകൊണ്ട് അതിനെന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മലയാള സിനിമയിൽ ഇവരുടെ ഈ പിന്നെ എനിക്ക് തോന്നി ഇതിനകത്തെ ഈ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് എന്നുള്ളത് ചിലപ്പം സ്റ്റുഡിയോ ഇൻസൈഡേഴ്സ് നെറ്റായിരുന്നാലും കുഴപ്പമില്ലായിരുന്നു അല്ലേ. പക്ഷേ ഇവർ പുറംവാതിൽ ചിത്രീകരണത്തിന് പോകുന്നവരായതുകൊണ്ടാണോ ഇനി പുറത്തുള്ള ഈ ബാക്ക് ബോണുകളെ അകത്തേക്ക് ക്ഷണിക്കാനായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ ബാക്ക് ബോൺ എന്ന് പറയുന്ന ആ മന്മഥേട്ടൻ കയറി വരുമ്പോൾ ഒരു രക്തസാക്ഷിയുടെ മുഖം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം വളരെ ഉല്ലാസത്തോടെ ചിരിച്ചിരുന്ന് ലാൻഡ് ചെയ്തേ ഉള്ളെന്ന് പറഞ്ഞു. അദ്ദേഹം മലയാള സിനിമയിലേക്കാണ് ലാൻഡ് ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന് നല്ല ദിവസങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഈ മന്മഥേട്ടനെ എനിക്ക് ശരിക്കും അറിയത്തില്ല കേട്ടോ. ഞാനിവിടെ ഈ ബാക്ക് ബോൺ എന്ന് കേട്ടപ്പോൾ എല്ലാ പരിപാടിക്കും ഒരു ബോൺ വേണമല്ലോ എന്നുള്ളത് കൊണ്ട് ഞാൻ ആസ്വദിച്ചു പോയതാണ്. മാത്രമല്ല ആമിർ അദ്ദേഹത്തെ നോക്കി ഒരു ചിരിയും ചിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ചിരിക്ക് നമ്മുടെ ഹരികൃഷ്ണൻ സിനിമ പറഞ്ഞൊരു 100,000 അർത്ഥമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ആശംസകളും. അപ്പോൾ ഈ ആമിറിനും അതുപോലെ ലിജീഷിനും നല്ല ഒരു സൃഷ്ടിയാകട്ടെ. രഞ്ജിനി പറഞ്ഞതുപോലെ നമ്മുടെ ലാലേട്ടനും ഒക്കെ സിനിമയിൽ ഇപ്പോൾ ദേശീയ തലത്തിൽ വളരെ ശ്രദ്ധ നേടുന്ന ഒരു കാലമാണ്. മാത്രമല്ല എന്നെയൊക്കെ വളരെ അഭിമാനത്തോടെ അല്ലെങ്കിൽ സന്തോഷിപ്പിച്ചൊരു കാര്യം, നമ്മൾ ആ ദേശീയ പുരസ്കാരം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഷാരൂഖ് ഖാൻ എന്ന് പറയുന്ന ലോകമറിയുന്ന ഏറ്റവും വലിയ നടൻ പോലും നമ്മുടെ മോഹൻലാലിൻ്റെ മുന്നിൽ വല്ലാതെ ചുരുങ്ങി പോകുന്നത് നമ്മൾ കണ്ടു. അവിടെ എല്ലാം അടിമുടി നിറഞ്ഞിരുന്നത് മോഹൻലാലായിരുന്നു. മാത്രമല്ല നമ്മുടെ
വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് നിങ്ങളൊരു ഉഗ്രൻ നടനാണ് എന്ന് പറയുമ്പോൾ അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട്. വാർത്താവിതരണ വകുപ്പ് സെക്രട്ടറി IAS ഓഫീസർ അദ്ദേഹത്തിൻ്റെ ലാലേട്ടാന്ന് വിളിക്കുന്നു. അങ്ങനെ ഇന്ത്യ മുഴുവൻ ഈ മലയാളത്തിൻ്റെ അഭിമാനമായി ലാല് കത്തിജ്വലിക്കുമ്പോൾ ഓരോ മലയാളിക്കും രോമാഞ്ചം ഉണ്ടായി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല ഈയിടെ കുറച്ചു കാലം മുമ്പ് ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു യാത്രക്കിടെ ഒരു കൊറിയക്കാരനെ പരിചയപ്പെട്ടു. അപ്പം അയാൾ എന്നോട് ചോദിച്ചു, ഞാൻ മലയാള സിനിമകൾ കാണാറുണ്ട് എന്ന് ഈ കൊറിയക്കാരൻ എന്നോട് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് മുഖത്തേക്കൊന്ന് നോക്കി. ഇപ്പോൾ ഈ വിവരത്തിന് വളരെ എളുപ്പമായൊരു കാലത്താണ് നിൽക്കുന്നത്. അയാൾ എന്നോട് ചോദിച്ചു, ഹൗ ഈസ് യുവർ ഫഹദ് ഫാസിൽ എന്നാണ് ചോദിച്ചത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആലപ്പുഴയിലുള്ള ആൾക്കാർ ഇതിൻ്റെ ഫാസിലിൻ്റെ മകൻ എങ്ങനെയുണ്ട്, സുഖമാണോ എന്ന് ചോദിക്കുന്ന പോലെ കൊറിയയിലുള്ള ഒരു മനുഷ്യൻ ചോദിക്കുകയാണ് ഹൗ ഈസ് യുവർ ഫഹദ് ഫാസിൽ. അയാൾ എന്നിട്ട് പറഞ്ഞു, ഈസ് എ ബ്രില്യൻറ്റ് ആർട്ടിസ്റ്റ് ദാറ്റ് ഐ ഹാവ് എവർ സീൻ ഇൻ മൈ ലൈഫ് എന്നുകൂടെ പറയുന്നു. അപ്പോൾ മലയാള സിനിമ അതിർത്തികളൊക്കെ കടന്ന് ലോകോത്തരമാകുന്ന ഏറ്റവും അത്ഭുതകരമായ കാഴ്ചയ്ക്കാണ് നമ്മൾ ഈ കാലത്ത് സാക്ഷ്യം വഹിക്കുന്നത്. സിദ്ദിഖിനെ പോലെ ഇരുത്തം വന്ന എത്രയോ നടന്മാർ നമുക്ക് മലയാള സിനിമയിലുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന പുതിയ നടന്മാരെയൊക്കെ ഞാൻ വളരെ സന്തോഷത്തോടെ ആദരിക്കുന്നു. കാരണം മലയാള സിനിമ യഥാർത്ഥമായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു കാലത്താണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ വളരെ സന്തോഷം. ലിജീഷ് കുമാറിൻ്റെ ഈ സൃഷ്ടി മലയാളികളും മലയാളത്തിനപ്പുറമുള്ള നമ്മുടെ പ്രേക്ഷകരും ഒക്കെ ആസ്വദിക്കട്ടെ. അതുപോലെ ആമിറിൻ്റെ ഈ പ്രൊഡക്ഷൻ കമ്പനിയും അതേപോലെ നമ്മുടെ ബാക്ക് ബോണായ നമ്മുടെ മന്മഥേട്ടനും ഒക്കെ നല്ല ദിവസങ്ങൾ സമ്മാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. എല്ലാവിധ ഭാവങ്ങളും. ഗുഡ് ബൈ. നമ്മൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു മ്യൂസിക് ഡയറക്ടർ ആദ്യമായി ഒരു കോ പ്രൊഡ്യൂസറായിട്ട് ഒരു സിനിമയിൽ എത്തുകയാണ്. അത് പ്രേം പാറ്റ എന്ന സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിന്റെ സിനിമയാണ്. അത് മറ്റാരുമല്ല, നമ്മൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട സെലിബ്രിറ്റി മ്യൂസിക് ഡയറക്ടർ അങ്കിത് മേനനാണ്. Can we give it up for Ankit? Ankit, can you join us on stage? അൽബ കണ്ണാളെ എന്ന പാട്ടും ഹേ ബനാനെ എന്ന പാട്ടും ഒക്കെ ചെയ്തത് അങ്കിത് ആണ്. ആൻഡ് നൗ ഹീസ് വെയറിംഗ് ദ ഹാർട്ട് ഓഫ് എ കോ പ്രൊഡ്യൂസർ. ശ്രീകണ്ഠൻ സാർ ഒരു മെമെന്റോ അങ്കിത്തിന് നൽകി. വി വെൽക്കം യു ടു പ്രേം പാറ്റ ആൻഡ് താങ്ക് യു ഫോർ യുവർ അസോസിയേഷൻ. അങ്കിത്, ഐ ആം ഷുവർ ഈ ഒരു അവസരത്തിൽ യു ഹാവ് ലോട്ട്സ് ടു സേ. ഈ മ്യൂസിക് ഡയറക്ടർ ചെയ്യുന്ന പ്രൊഡ്യൂസറായ അധികം ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഹാപ്പൻസ് എ ലോട്ട്, ബട്ട് വെൽക്കം ആൻഡ് ടെൽ us എന്തുകൊണ്ടാണ് ഈ ഒരു തീരുമാനം? ഫസ്റ്റ് ഓഫ് ഓൾ നമസ്കാരം എല്ലാവർക്കും. നൈസ് ടു മീറ്റ് യു. ഐ ഹാവ് സീൻ യു ഓൾ ഓൺ ടെലിവിഷൻ ഫ്രം എ ലോങ് ടൈം. ഇറ്റ്സ് വെരി നൈസ് ടു സീ യു ഹിയർ ഓൺ സ്റ്റേജ്. ഇവിടെ ഇതിനാ കോ പ്രൊഡ്യൂസർ ആവാൻ കൂടുതൽ ചിന്തിച്ചില്ല, അതുകൊണ്ടാണ് കോ പ്രൊഡ്യൂസർ ആവാൻ തീരുമാനിച്ചത്. ഐ എം എ ബിഗ് ഫിലിം മേക്കിംഗ് ഫാൻ. അപ്പോൾ ജസ്റ്റ് ടു കൺഫൈൻ മൈസെൽഫ് വിത്ത് മ്യൂസിക് ഇസ് ഓക്കെ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് വാട്ട് ഐ ഡു. അപ്പോൾ ഈ പാട്ടിനെ എങ്ങനെ കൂടുതൽ സ്ട്രീംസിൽ ചാനലൈസ് ചെയ്യാൻ പറ്റും എന്ന് നോക്കിയപ്പോൾ ആൻഡ് ദെൻ ആമിർ ഇസ് എ ഗ്രേറ്റ് ഫ്രണ്ട് ഓഫ് മൈൻ. സോ ഇഫ് ഹീസ് ഡൂയിങ് എ ഫിലിം, പുള്ളി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പറയും ഓക്കെ യെസ് കറക്റ്റ്. സോ അങ്ങനെ കൂടുതൽ ചിന്തിച്ചിട്ടില്ല. ആൻഡ് യാ ഇറ്റ്സ് ഐ ഹോപ്പ് ഇറ്റ് വർക്ക്സ്. അങ്കിത് മ്യൂസിക് ഡയറക്ഷൻ ചെയ്തപ്പോൾ വർക്ക് ചെയ്തിട്ടില്ലേ? അതുപോലെ ഇതൊക്കെ ചെയ്ത് ഇതും വർക്ക് ചെയ്യും അല്ലേ? പക്ഷെ അങ്കിത്തിന് ഇവിടെ കേട്ടപ്പോൾ വി ഹാഡ് എ ബിഗ് റിക്വസ്റ്റ് ഫ്രം ഞങ്ങളുടെ ഈ സൈഡ് ഓഫ് ടീം. മ്യൂസിക് ഇത്രയും ചെയ്ത് ഇത്രയും സൂപ്പർ ഹിറ്റ് ആയ ജെൻസി പാട്ടുകളൊക്കെ ചെയ്ത് അങ്കിത് കോ പ്രൊഡ്യൂസർ ആകുമ്പോൾ പ്രേം പാറ്റയുടെ ഈ സ്റ്റേജിൽ നമുക്ക് വേണ്ടി സോങ് എ ഫ്യൂ ലൈൻസ് വി വുഡ് റിയൽ അല്ലേ? ഒന്ന് കഴിച്ചു കൊടുത്താൽ അങ്കിത് മേ ബി വിൽ ഹെൽപ്പ് us out പ്ലീസ്. ലാസ്റ്റ് ഇപ്പോൾ ഇറങ്ങിയ പാട്ട് തന്നെ പാടാം. I'll sing 2 lines. हो हलवा कन्नाले सलवार चंडाले पलवाल दे वंदान सलवाक मिलाने तंडक्युलाले निन्ने कंडाले मांगन तलाले वाक तीरने नी अगले अगले चरण मुरन पट्टम ഞാൻ ചുവട് കരങ്ങി മറന്ന പരിസരം ഇന്നാരടി മണ്ണിൽ കുഴിച്ചു മൂടണോ ഇഷ്ടം ഞാൻ ജനിച്ചേ മരിച്ചേ പലവട്ടം. It's not easy, better than. But thank you so much, Ankit, and your co-producer, Prem Patta, and the studio outsiders in the film. We are so excited to see you, and we wish you the very best. Give him a loud round of applause. All the best for all the songs that you do as well. നമസ്കാരം.
പ്രേം പാറ്റ എന്ന ഒരു പുതിയ സിനിമ, പുതിയൊരു പ്രൊഡക്ഷൻ ഹൗസ് സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് ഇന്നിവിടെ ലോഞ്ച് ചെയ്തതിൻ്റെ ഭാഗമായി നമ്മളുടെ മലയാള സിനിമയ്ക്ക് ഇവിടെ സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ സാർ ഒരു എഴുത്തുകാരനായ താങ്കൾ മലയാള സിനിമയിലേക്ക് എത്തി. ആടുജീവിതം എന്ന് പറഞ്ഞ വളരെ പേര് കേട്ടൊരു പുസ്തകം കുറച്ചുകൂടെ എല്ലാവരുടെയും മനസ്സിനടുത്തേക്ക് എത്തും. അപ്പോൾ സിനിമയുടെ ഒരു ശക്തി എത്രയധികം ഉണ്ടെന്ന് വളരെ അടുത്തറിയാവുന്ന ഒരു എഴുത്തുകാരനാണ്. അപ്പം ഇവിടെ നിൽക്കുമ്പം എന്താണ് സാറിന് നമ്മളോടൊക്കെ പറയാൻ തോന്നുന്നത്? എല്ലാവർക്കും വിനീതമായ നമസ്കാരം. വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട 2 സുഹൃത്തുക്കൾ ഇതിൻ്റെ ഭാഗമാവുന്നു. നിങ്ങളെല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. പക്ഷേ വളരെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന 2 പേർ, അമീറും ലിജീഷും ഒത്തുചേർന്ന് ഒരു സിനിമയിലേക്ക് വരുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അമീറിൻ്റെ സിനിമ ആയിഷ കണ്ടിട്ട് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുമ്പോൾ അമീറിനെ എനിക്ക് അത്ര പരിചയമുണ്ടായിരുന്ന ഒരാളായിരുന്നില്ല. ആ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടത്. അത്രമേൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ എന്ന തരത്തിൽ. പിന്നീട് ഇടി കൂടി വന്നപ്പോൾ മലയാള സിനിമയിൽ എങ്ങനെയാണ് സിനിമ ചെയ്യേണ്ടത് എന്ന് കൃത്യമായി നമുക്ക് ഓരോരുത്തർക്കും കാണിച്ചു തന്ന ഒരു ഡയറക്ടറാണ്. വലിയ സന്തോഷമുണ്ട് അമീർ 3ാമത് ഒരു സിനിമയുമായി നമ്മൾക്കിടയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത്. ലിജീഷിനെ സംബന്ധിച്ചാണെങ്കിൽ ലിജീഷും ഞാനും തമ്മിൽ പരിചയപ്പെട്ടത് എന്താണെന്ന് ഓർമ്മയെ ഇല്ലാത്ത വിധം സൗഹൃദമുള്ള 2 പേരാണ്. ലിജീഷ് യഥാർത്ഥത്തിൽ അധ്യാപകനാണ്, മറ്റനേകം കാര്യങ്ങളിൽ നിൽക്കുന്ന ആളാണ്. പക്ഷേ ലിജീഷിൻ്റെ ഹൃദയത്തിലുടനീളം എല്ലാ കാലത്തും സിനിമയും നോവലും ഒക്കെ ഇങ്ങനെ ഉണ്ട് എന്ന് എനിക്കറിയാം. അപ്പോഴൊക്കെ ലിജീഷ് കാണുമ്പോഴും പുതിയ കഥകളെക്കുറിച്ചും സിനിമയെക്കുറിച്ചും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുമായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് സൈലം പോലുള്ള വലിയ പദ്ധതികളുമായിട്ട് അദ്ദേഹം പോയെങ്കിലും എനിക്കറിയാമായിരുന്നു ഏതെങ്കിലും ഒരു നിമിഷം ലിജീഷ് വീണ്ടും തൻ്റെ സ്വപ്നമായ സിനിമയിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും എന്ന്. ലിജീഷിനോടുള്ള നമുക്കൊക്കെയുള്ള ഇഷ്ടമെന്ന് പറയുന്നത് എഴുതുന്നത് എന്തും ഹൃദയത്തിൽ നിന്ന് ആയിത്തീരുകയും നമ്മളെ വല്ലാതെ തൊടുകയും ചെയ്യുന്ന ഒരു എഴുത്തുകാരനാണ് ലിജീഷ്. അദ്ദേഹത്തിൻ്റെ ഗുജറാത്ത് എന്ന് പറയുന്ന നോവലുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നിങ്ങളൊക്കെ വായിച്ചിഷ്ടപ്പെട്ടുള്ള കഞ്ചാവ് എന്ന് പറയുന്ന പുസ്തകമുണ്ട്, വർത്തമാന പുസ്തകമുണ്ട്. അങ്ങനെ എല്ലാ പുസ്തകങ്ങളിലും ഹൃദയം തൊട്ടെഴുതുകയും നമ്മളെ കയ്യിലെടുക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ നിശ്ചയമായിട്ടും ഒരു പുതിയ കഥയുമായി നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അത് നമ്മളുടെ ഓരോരുത്തരുടെയും പ്രത്യേകിച്ച് പുതിയ തലമുറയുടെ ഹൃദയത്തെ തൊടുന്നതായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ പ്രൊഡക്ഷൻ ഹൗസ് അമീർ ഏറ്റെടുത്തത് എനിക്ക് തോന്നുന്നു ലിജീഷിൻ്റെ കഥ കണ്ടിട്ട് തന്നെയാണ്. ആ കഥയായിരിക്കും നിശ്ചയമായിട്ടും അതിൻ്റെ ഗ്യാരണ്ടി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലാതെ വെറുതെ അമീറൊക്കെ ചാടി വീഴും എന്ന് നമ്മളാരും പ്രതീക്ഷിക്കാൻ വയ്യല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കഥ സത്യം പറഞ്ഞാൽ ലിജീഷ് കുറേ ഭാഗങ്ങളൊക്കെ എന്നോടൊന്ന് രഹസ്യത്തിലൊന്ന് സൂചിപ്പിച്ചു. വല്ല ത്രില്ലിങ്ങായ ഒരു രസമുള്ള ക്യാമ്പസ് സ്റ്റോറിയാണ്. അപ്പോൾ ഇവർക്ക് 2 പേർക്കും വലിയ ആശംസകൾ നേരുന്നു. വലിയ പറഞ്ഞതുപോലെ വലിയ ഗ്രൂപ്പിൻ്റെ ഒരു വലിയ പിന്തുണയുണ്ട് ഈ പ്രൊഡക്ഷൻ ഹൗസിനും ഈ സിനിമയ്ക്കും. പ്രേംപാറ്റ വളരെ മനോഹരമായ പേരാണ്. നിങ്ങൾക്കാർക്കും അറിയാവുന്നതുപോലെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രശസ്തമായ ഒരു പുസ്തകത്തിൻ്റെ പേരും ഒരു കഥയുടെ പേരും കൂടിയാണ്. അത് ഒരു പ്രണയ കഥയാണ്. അത് പുതിയ കാലത്തിലെ പ്രേംപാറ്റയെ നമ്മൾ ഈ സിനിമയിലൂടെ കാണുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രേംപാറ്റയ്ക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് ഇവിടെ വന്നുകൂടി എല്ലാവരെയും ഹൃദയത്തിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സാർ. ഒന്ന് വെയിറ്റ് ചെയ്യാം, കുറച്ച് പേർക്ക് മെമെൻറ്റോ കൊടുക്കണേ പ്ലീസ്. നമ്മുടെ ഈ സിനിമയോട് സംബന്ധിച്ച് വർക്ക് ചെയ്യുന്ന കുറച്ച് പേരാണ്. മൈക്കൊന്ന് വാങ്ങിച്ചോ. ഓക്കെ, കുറച്ച് പേരെ പരിചയപ്പെടുത്താനുള്ള ഒരു അവസരമായിട്ടാണ് ഞങ്ങൾ ഈ വേദി ഉപയോഗിക്കുന്നത്. പ്രേം പാറ്റ എന്ന സിനിമയിൽ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ക്രൂ മെമ്പേഴ്സ് കുറച്ച് പേരാണ്. നമ്മുടെ ലിറിസിസ്റ്റിനെയാണ് അടുത്തതായി ഞാൻ വേദിയിലേക്ക് മെമെൻറ്റോ സ്വീകരിക്കാൻ സ്വാഗതം ചെയ്യുന്നത്. ലിറിസിസ്റ്റായി എത്തുന്നത് സുഹേൽ എം കോയ. Can I welcome Suhail on stage? തണ്ണീർമത്തൻ ദിനങ്ങൾ, പ്രേമലു, ആലപ്പുഴ ജിംഖാന തുടങ്ങിയ ലോക വരെയുള്ള സിനിമകൾക്ക് പാട്ട് എഴുതിയ ആളാണ് സുഹേൽ. ചെറിയ ആളല്ല.
വലിയ സന്തോഷമുണ്ട്. എനിക്കൊരു അഭിമാന നിമിഷം കൂടിയാണ്. ഞങ്ങൾ തമ്മിൽ വലിയ സൗഹൃദമുണ്ട്. എൻ്റെ ഏത് നോവൽ ഇറങ്ങിയാലും വായിച്ചിട്ട് ആദ്യം വിളിക്കുന്ന വലിയ മനുഷ്യനാണ്. മലയാള സിനിമയിലെ വലിയ തിരക്കുകൾക്കിടയിലും ഇത്രയധികം വായന എങ്ങനെ കൊണ്ടു നടക്കുന്നു എനിക്ക് വലിയ അത്ഭുതമുണ്ട്. വലിയ സന്തോഷം. എൻ്റെ ഒരു അഭിമാന നിമിഷമായി ഞാനത് കാണുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരു വളരെ ധന്യമായ മുഹൂർത്തത്തിന് സാക്ഷിയാവാൻ സാധിച്ചതിൻ്റെ അഭിമാനവും സന്തോഷവും എല്ലാം ഉണ്ട്. സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിൻ്റെ ലോഞ്ചാണെന്ന്. ഇത് അവരുടെ ആദ്യത്തെ പ്രോജക്റ്റാണ് പ്രേം പാറ്റ എന്ന് പറയുന്ന സിനിമ. ആമിർ ഈ സിനിമയുടെ കഥ പറഞ്ഞപ്പോൾ ആദ്യം കഥ പറയാൻ വരുന്നു എൻ്റെ അടുത്ത്. ഇതിൻ്റെ കഥ പറയുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഈ സിനിമയിൽ ഇത്രയും ഒരു വലിയ വേഷമാണ്, അതല്ലെങ്കിൽ ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ളൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ കഥ കേട്ട് അത്രയും നല്ല കഥാപാത്രത്തെയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. പിന്നെ ഒരു ക്യാമ്പസ് പ്രണയം, ആ ക്യാമ്പസ് പ്രണയത്തിൻ്റെ കഥ പറയുന്ന ഒരു സിനിമയിലൊക്കെ എനിക്കെന്തായിരിക്കും പങ്കെന്നൊക്കെ ഞാനും ആലോചിച്ചിരുന്നു. നിങ്ങളിപ്പോൾ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ആ സിനിമ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇന്നത്തെ ഈ ഫംഗ്ഷന് വേണ്ടി നമുക്ക് അയച്ച ക്ഷണക്കത്ത് വായിക്കുമ്പോൾ മുതൽ നമുക്ക് മനസ്സിലാവും ഇവരുടെ ഒരു വ്യത്യസ്തമായ ചിന്താഗതി എങ്ങനെയാണ്. സാധാരണ ഒരു ക്ഷണക്കത്ത് പോലെയല്ല ആ ക്ഷണക്കത്ത് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിക്ക് പേരിട്ടിരിക്കുന്നത് സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ്, അതുപോലെ സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത് പ്രേം പാറ്റ. അതൊക്കെ ആമിറിൻ്റെയും ലിജീഷിൻ്റെയും ഒരു വ്യത്യസ്തമായ ചിന്തകളാണ്. അതുപോലെ തന്നെയായിരിക്കും ഈ സിനിമയുടെ പ്രമേയവും. ഈ സിനിമയും നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു കഥയുമായിട്ടാണ് ആമിറും ലിജീഷും ഈ സിനിമയിലേക്ക് വരുന്നത്. അത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ്. അതുപോലെ ആമിറിൻ്റെ മുൻ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. 2 സിനിമകൾ കണ്ട് ആമിറിൻ്റെ ഒരു സംവിധാനം മികവും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു നിർമ്മാണ ചുമതല കൂടി ഏറ്റെടുക്കുമ്പോൾ മറ്റു പലരും ഒരു സർക്കാസ്റ്റിക്കായിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞെങ്കിൽ പോലും അത് ഒരു വലിയ ഉത്തരവാദിത്തമാണ് അത് ആമിർ ഏറ്റെടുക്കുന്നത്. അതിന് ഞാൻ പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ഒരു ബാധ്യത മാത്രം ഏറ്റെടുത്തിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ വേണമെങ്കിൽ ആമിർ ഒരു സിനിമയുടെ സംവിധായകനാകാം. പക്ഷെ അതല്ല, ഇതിൻ്റെ നിർമ്മാണ ചുമതല കൂടി ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ സിനിമ ആ പറഞ്ഞ ബജറ്റ് തീർക്കാനും അത് പറഞ്ഞ ദിവസത്തിനുള്ളിൽ ആ സിനിമ തീർക്കാനും ഒക്കെയുള്ള ഒരു വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ് ആമിർ ഏറ്റെടുക്കുന്നത്. അതൊരു വലിയ കാര്യമാണ്. ഇനി വരുന്ന സംവിധായകരും അങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. കാരണം ഒരു സംവിധായകൻ്റെ കയ്യിലാണ് ഈ സിനിമ. അപ്പോൾ അത് നിർമ്മാണ ചുമതല കൂടി അദ്ദേഹത്തിൻ്റെ ചുമലിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ആ സിനിമയോട് കൂടുതലൊരു ഉത്തരവാദിത്വം ഉണ്ടാവും. ആ സിനിമ കൂടുതൽ നന്നാവാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാവും. ലിജീഷ് വളരെ വ്യത്യസ്തമായ കഥയാണ്. ലിജീഷ് പിന്നീട് 1-2 മറ്റ് കഥകൾ കൂടി എൻ്റെ അടുത്ത് പറഞ്ഞു. അതെല്ലാം നമുക്ക് വളരെയധികം സന്തോഷം തോന്നുന്ന, നമ്മൾ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ കൂടിയ ഒരു റൈറ്ററാണ് അദ്ദേഹം. സിനിമയിൽ ഇതൊരു നല്ല തുടക്കമാണ്. നമ്മൾ അടുത്ത കൊല്ലം ഈ സമയത്ത് നമ്മളോട് നിൽക്കുമ്പോൾ ലിജീഷിൻ്റെ ഒരു അവസ്ഥ ഇതായിരിക്കില്ല. മറ്റൊരു ലെവലിലേക്ക് ലിജീഷ് തീർച്ചയായിട്ടും വളർന്നിട്ടുണ്ടാവും. വലിയൊരു എഴുത്തുകാരനായി മലയാള സിനിമയിൽ അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറും. ഈ സിനിമയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഇവിടെ എത്തിയ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ബെന്യാമിൻ പറഞ്ഞ പോലെ വളരെ ദീർഘകാലമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധമാണ്. ഞാൻ ബെന്യാമിൻ്റെ ഏറ്റവും അവസാനം വായിച്ച നോവലാണ് ആടുജീവിതം. അതിനേക്കാൾ മുമ്പ് ഞാൻ ആദ്യം മഞ്ഞ വെയിൽ മരണങ്ങളാണ് ആദ്യം വായിക്കുന്നത്. പിന്നീട് മുല്ലപ്പൂ നിറമുള്ള പകലുകളും അറേബ്യൻ നോവൽ ഫാക്ടറി ഒക്കെ വായിച്ചിട്ടുണ്ട്. അത് വ്യത്യസ്തമായ വളരെ ഒരു രീതിയിലാണ് ബെന്യാമിൻ എഴുതിയിട്ടുള്ളത്. ആടുജീവിതം വായിക്കാൻ വൈകിപ്പോയത് അത് എങ്ങും കിട്ടാനുണ്ടായിരുന്നില്ല. എവിടെ അന്വേഷിച്ചിട്ടും എനിക്ക് ആ പുസ്തകം കിട്ടിയിരുന്നില്ല. പിന്നെ എനിക്ക് ബെന്യാമിൻ തന്നെയാണ് ആ ഒരു പതിപ്പ് തന്നത്. പിന്നെ എനിക്ക് ബെന്യാമിൻ ആദ്യം എഴുതിയ അഭിഷേകൻ എന്ന നോവൽ തന്നു. അപ്പോൾ നിങ്ങളെപ്പോലെയൊക്കെ ഞാനും ബെന്യാമിൻ്റെ ഒരു വലിയ ആരാധകനാണ്. അദ്ദേഹത്തെയും ഈ വേദിയിൽ ഒപ്പം നിർത്താൻ കഴിഞ്ഞതിൽ വളരെ വലിയ സന്തോഷം. പിന്നെ രഞ്ജനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. താങ്ക് യു. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കധികം സംസാരിക്കാൻ അറിയില്ല കേട്ടോ. അത് അവനേക്ക് അറിയാലോ. അപ്പൊ പുതിയ ചിരിച്ചോളൂ, കുഴപ്പമില്ല. അത്ര ഉള്ളവർ ആരും സംസാരിക്കുന്നില്ലല്ലോ. എനിക്ക് എന്തോരം പേരുടെ ലിസ്റ്റാ പെട്ടെന്ന് തീരും. ശരിയാ സിദ്ദിഖേട്ടാ, ഈ
കുറച്ച് സിനിമയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ജോമോൻ. അതെ, നമ്മൾ കണ്ടിട്ടുമുണ്ട്. അപ്പൊ ഈ ഒരു സിനിമയിൽ നിന്ന് എന്താ ഒരു പ്രേം പാറ്റ എന്തെങ്കിലും ഞങ്ങൾക്ക് ക്ലൂതാ? ഈ സിനിമ എന്താ? അത് അമീറേട്ടൻ പറഞ്ഞു, ഒരു അക്ഷരം പുറത്തു പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു അക്ഷരം പോലും പറയാൻ പറ്റില്ല അല്ലേ? ഒരു ക്ലൂ, റൊമാൻസ്. പിന്നെ എവിടെയോ ഞാൻ വായിച്ചു NSS ക്യാമ്പ്, കറക്റ്റ് അല്ലേ? NSS ക്യാമ്പിലുള്ള കുറച്ച് ആൾക്കാർ, അവരൊക്കെയാണോ നിങ്ങൾ? അവിടെയാണ് പണം നടക്കുന്നത്. ഒന്ന് വന്ന് രജനി, എന്തെങ്കിലും അത്രയൊക്കെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത്രയുള്ളൂ. NSS ക്യാമ്പും അതിന്റെ ആമർ എന്തെങ്കിലും പറ. ആമർ ഞങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു. ജോമോൻ ഇവിടെ നമ്മളിപ്പോ ഒരു സദസ്സിന്റെ മുമ്പിൽ വന്നിട്ട് സംസാരിക്കുന്നതിന് ഒരു ചെറിയൊരു സഭാകമ്പമാണ്. അതൊരു കുറച്ച് സിനിമകൾ കൂടെ കഴിയുമ്പോൾ അത് മാറും. അപ്പോൾ ഒരുപാട് സംസാരിക്കാൻ പറ്റും. എന്നാലും ഈ ഒരു അവസരത്തിൽ ഈ സിനിമയെ പറ്റി അല്ലെങ്കിൽ ഈ സിനിമയിൽ ഒരു അവസരം ലഭിച്ചതിനെ പറ്റി 2 വാക്ക് പറഞ്ഞേക്കാം. അപ്പോൾ രഞ്ജനയുടെ വിഷമം മാറും. അതിലേ അതിന് പ്രധാന കാരണം ഈ സിനിമയിലെ ക്യാരക്ടർ കഥയും ജോമോൻ്റെ അടുത്ത് പറഞ്ഞല്ലോ, അത് പറഞ്ഞത് മുതൽ അത് ഉൾക്കൊണ്ട് വെക്കുക. എനിക്ക് ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് ആ ക്യാരക്ടർ. അതെ അതെ, അന്ന് ആ കഥ പറഞ്ഞ അന്ന് മുതൽ ഇതുവരെ ജോമോൻ ഇങ്ങനെയാണ്. ഇങ്ങനെ തന്നെ സിനിമ കഴിയുന്നവരെ ഉണ്ടാവുന്നതാണ് നല്ലത്. എന്നാലും 2 വാക്കൊക്കെ പറയാം ഈ ഒരു ആരോഗ്യമൊക്കെ വെച്ച്. ഇങ്ങനത്തെ ഒരു അവതാരക ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അല്ല, സന്തോഷമുണ്ട് കേട്ടോ. ഒരുപാട് ഞാൻ മാത്രമല്ല, ഇതിൽ ഒരുപാട് പേരുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. കുറച്ചുകൂടെ കോൺഫിഡൻസ് വരുമോ? അതെ അതെ. കൊച്ചേ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പണിയായിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമ. അപ്പോൾ പ്രേംപാറ്റ എന്ന് പറഞ്ഞാൽ അതുമായിട്ട് വില്ലൻ ഷെയ്ഡായിട്ട് ഒരു ബന്ധമില്ലാത്ത നേരെ ഓപ്പോസിറ്റുള്ള ഒരു നല്ലൊരു ക്യാരക്ടറാണ്. അപ്പോൾ പണി പോലെ തന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു പടമാണ്. പിന്നെ ആമർക്ക് നമ്മുടെ വർഷങ്ങളായിട്ടുള്ള സുഹൃത്താണ്, ലിജി ചേട്ടനെ അറിയാം. അപ്പോൾ ഇത്രയും നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റുക എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു.